രാത്രി 10 മണി മീൻ വാങ്ങിക്കാൻ ഇറങ്ങിക്കുന്നു. എവിടെ പോണു? എവിടാ? ഗൈസ്, നമ്മൾ രാത്രി മീൻ മേടിക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് പോകാൻ പോവാണ്. മീൻ വാങ്ങിക്കാൻ വേണ്ടി ഒരു പ്ലാൻ പെട്ടെന്നുണ്ടായി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ മീൻ വാങ്ങിക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് പോകുന്നു. 10:30 മണിയായി. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളവിടെ പോയി ലേലത്തിന് വിളിച്ച് എടുക്കാനാണ് പ്ലാൻ. അപ്പം ഒരു 3-4 പേര് ചേർന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നല്ല മീൻ കിട്ടട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഈ നമ്മുടെ കച്ചവടക്കാരുണ്ട്, ലേലം വിളിക്കാൻ വരുന്ന കച്ചവടക്കാരുണ്ട്. ആൾക്കാർ ഫാമിലീസൊക്കെ ഉണ്ട്. രാത്രി ഇപ്പോൾ 11 മണിയായി. എന്നിട്ട് ആളുണ്ട്. കവറോടെ ഒന്ന് വാങ്ങിക്കും. ഇടും, ഞാൻ നിന്നെ ഇടും. നീ തന്നെ ഇന്ന് മൊത്തം നീ എവിടെ പോയാലും മീൻ വാങ്ങിക്കാൻ പോണടാ. നീ എവിടെ പോയാലും ഉണ്ടല്ലോ. നിന്റെ മീൻ വായ്പ ഇന്ന് ഇടൂടാ. നിന്റെ സ്കൂൾ കുട്ടികളെല്ലാം ഫ്രണ്ട്സ് എല്ലാം കാണട്ടെ. വണ്ടി 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 കൈസപ്പം മീൻ ഇതാ ഫസ്റ്റ് ലേലം വിളിക്കും. നമ്മൾ കാണുകയാണ്. വേറൊരു ബോട്ട് വരുന്നുണ്ട്. നമുക്കതിൽ മീനുണ്ടാകുന്നു. ഇങ്ങനെ ബോട്ട് വന്നുകൊണ്ട് വേറൊരു ബോട്ട് വരുന്നുണ്ട് ഈ സൈഡിൽ. അതിലും മീനുണ്ടായിരിക്കും. ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. കിട്ടും. ഇവിടെ നമുക്ക് മുസ്ലിം പള്ളി കാണാം, ക്രിസ്ത്യൻ ചർച്ച് കാണാം. ഇത് നമ്മുടെ ഷിപ്പ് യാർഡ്. അവിടെ ഇത് കണ്ടിട്ടില്ലേ? കണ്ടത് യേശുവിൻ്റെ വലിയ സ്റ്റാച്ചു. രാത്രി 12 മണിക്ക് ഇവിടെ ഉറങ്ങാതെ വന്നിരിക്കുകയാണ്. മീൻ വാങ്ങി 10-60-70 മീനുണ്ട്. 1800 രൂപയ്ക്ക് ചൂര, കുട്ടിച്ചൂരയാണ്. ശ്രീ ശ്രീ 1000 രൂപ. 1000 1000 1000 1000 50 50 50 1050 50 50 മറ്റെന്താണെന്നോ 100 1100. അങ്ങനെ നമ്മൾ ലേലം പിടിച്ചിട്ടുണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര തിരക്ക്. അതിനകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ലേലം എന്തായാലും പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ലേലം പിടിക്കുമ്പോൾ നമ്മൾ ലേലത്തിൻ്റെ എമൗണ്ട് പ്ലസ് ഒരു 20-30 രൂപ ഒരു വിളിക്കുന്ന ആളുമാണ്. അത് വിളിക്കാനുള്ളത് നമ്മളെ സാധനം പങ്കുവയ്ക്കുന്നു. This weather is very bad, so we can't collect all the fishes. Only some fishes we got. അല്ലേ ഒരു 4 പങ്ക് വെക്കാൻ പറ്റും. ഇത്രയല്ലേ? ഇനി ഇതേപോലെ ബാക്കി ഷെയർ വെച്ച് വേണം ഓരോ അളവിനനുസരിച്ച്. അത് വെച്ച് എണ്ണം വെച്ച് പോട്ട് വീണ്ടും അവിടെ വെച്ച് പണ്ട് മീൻ കച്ചവടമായിരുന്നു. ഇവിടെ ഇവിടെ മീൻ അടുത്ത് ഇവിടെ അടുത്തൊരു വലുത് ചെറുതല്ല വലുത്. ഇനി അടുത്ത ചെറുത് വെച്ച് പോകും. 1
2 3 4 ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഒറ്റയുണ്ട്. എന്റെ സമയം ഈ 4 പങ്ക് 4 പങ്ക് ഈ 4 പങ്കിന് ഇന്നേക്ക് ചൂര് ആരാണ് എടുക്കുന്നത്? ചൂര് എടുക്കുന്നവർക്ക് വീണ്ടും റേറ്റ് കൂടുതലാവും. അതാണ് ഞാൻ പറഞ്ഞത്. ചൂര് ആരാണ് എടുക്കുന്നത്? വേണം വേണം കഴിക്കും. കൊഞ്ച് കഴിച്ചോ? വേറെ സീനില്ല. അവിടെ വെച്ചോ. അവിടെ സീനില്ല. ചൂര് അവിടെ വെച്ചോ. ശീലാമാർക്ക് വേണം. ആ ശീലാമാർക്ക് വെച്ചോളൂ. വേണ്ട എനിക്ക് ശീല വേണ്ട. അത് ശീല വേണം. ഓക്കെ അടുത്ത കണക്ക് പറഞ്ഞുതരാം. മീൻ ടോട്ടൽ റേറ്റ് എത്രയായിരുന്നു? 2380. 2500 കൊടുത്തപ്പോ 120 രൂപ തിരിച്ചു തള്ളിയാ. നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇത് നമ്മൾ എടുക്കുകയാണ്. അത് വലുതാണ്. നമ്മൾ ചെറിയ മീനെ ഒന്ന് വാരിയിട്ട് തരുന്നുണ്ട്. നമുക്ക് ചൂരയൊന്നും വേണ്ട. നമുക്ക് ചൂരയും ചിലാവൊന്നും വേണ്ട. എന്തിനാണ് ഇപ്പൊ ഇത്രയും കവറിനകത്തിട്ട് വെച്ചാൽ പോലെ ബക്കറ്റ് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല ബക്കറ്റ് നീ ബക്കറ്റ് കവർ ഇടാം. ഈ മീൻ എന്തായാലും നാറി സത്യം. അതുകൊണ്ടാണ് നമ്മൾ കൈ വെക്കുന്നത്. ഞാൻ കൈ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ടീഷർട്ട് മൊത്തം പോകും. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ മീൻ തരൂല. നിങ്ങളെ തരൂല. 125 ഒരാൾക്ക് എത്ര രൂപ? അത് 3 പേരൊന്നും മുടക്കണ്ടേ? ഇന്നത്തെ മത്സ്യബന്ധനത്തിൽ ലേലം വിളിച്ച് ഞങ്ങൾക്ക് മത്സ്യം വാങ്ങി തന്ന എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു. വെള്ളം കുടിക്കും. മീൻ ഡിവൈഡ് ചെയ്ത് വായിൽ പച്ച മീൻ തിന്ന ഇതിപ്പോ കിട്ടും. ഈ പാവം കൊച്ചിനൊരു മീൻ കൊടുത്തില്ലല്ലോ. 532 നമുക്ക് ആവുന്ന. അതായത് 532 രൂപ. എനിക്ക് എത്ര രൂപ? 530 രൂപ നിങ്ങൾക്ക് 750 രൂപ. തേങ്ങ അരച്ച് വറുത്തരച്ച് തിന്നാലി. 9 അയല, 1 ചീലാവ്. 9 അയല 1 ചീലാവ്. എത്ര രൂപ? 600 രൂപ വെച്ച് ഒരാൾക്ക്. ചീലാവ് എടുത്താണ് നോക്കട്ടെ. 9 അല്ലേ? ചീലാവ് അത് കൊള്ളാം. ഇത് ഫ്രൈ അടിക്കാം. ഓക്കെ വേണ്ട. നമ്മൾ പോയ സമയവും വന്ന സമയവും 2:30 കണ്ടല്ലോ. അടിപൊളി.